بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖവും സന്തോഷവും എന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും സന്തോഷത്തിലും സുഖത്തിലും സൗഖ്യത്തിലുമാക്കട്ടെ. അവസാനം ഈമാനോടുകൂടി അല്ലാഹു തആല നാം ഏവരെയും മരിപ്പിക്കട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും നിർമ്മിച്ചു കൊള്ളുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 205. ഇതിലെടുക്കുന്നത് 7-ാമത്തെ ആയത്ത് മുതൽ വദ്ദുഹാ വല്ലൈലി എന്നുള്ള സൂറത്തിൽ നിന്ന് 7-ാമത്തെ ആയത്ത്. 6 ആയത്തുകൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. 204. ഇത് 7-ാമത്തെ ആയത്ത് ഇങ്ങനെ വായിക്കാം. വജദക ളല്ലം ഫഹദാ ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. ഇങ്ങനെ 7, 8, 9, 10, 11, 5 ആയത്തുകൾ. ഇത് വജദക ളല്ലം ഫഹദാ വജദക നിങ്ങളെ, നബിയെ അല്ലെങ്കിൽ നിന്നെ അല്ലാഹു കണ്ടിട്ടുണ്ട്. ളല്ലൻ വഴിപിഴച്ചവനായി. ഫഹദ അപ്പോൾ നേർവഴി നിങ്ങൾക്ക് കാണിച്ചു തന്നു. വഴിപിഴക്കുക എന്ന് പറഞ്ഞാൽ വജദക ളല്ലൻ ഫഹദ വഴി അറിയാത്തവനായി, അല്ലാതെ പിഴച്ചവനാവുന്നല്ല. വജദക നിന്നെ അവൻ കണ്ടു. ളല്ലൻ അള്ളാഹു കണ്ടു. ളല്ലൻ വഴി തെറ്റിപ്പോയതായിരിക്കും. വഴി തെറ്റിപ്പോവുക, വഴി പിഴച്ചവെന്നല്ല അതിൻ്റെ അർത്ഥം. വഴി തെറ്റിപ്പോയി. ഫഹദ അങ്ങനെ സന്മാർഗം ശരിയായ വഴിയിലേക്ക് അള്ളാഹു ചേർത്തു തന്നു. വജദക താഇഹൻ അൻ മഅരിഫത്തി ശരിയ വദ്ദീൻ ഫഹദ ഇലൈഹ. ശരീഅത്തിൻ്റെ സംബന്ധിച്ച് അറിവില്ലാത്തവനായിട്ട് നിങ്ങളെ കണ്ടു. അങ്ങനെ അതിലേക്ക് അവൻ നേരായ മാർഗം കാണിച്ചു തന്നു. ഇപ്പൊ ഖൗലിഹി തആല, അല്ലാഹു തആല വേറെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, മാ കുന്ത തദ്രീമൽ കിതാബു വലൽ ഈമാൻ. ഈ ഖുർആൻ എന്താണെന്നും ഈമാൻ എന്താണെന്നും നിനക്ക് അറിയാത്തൊരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം നിനക്ക് അറിയുന്ന നിലപാടുണ്ടാക്കിയിട്ടുണ്ട്. ഖാലൽ ഇമാമുൽ ജലാൽ വജദക ളല്ലൻ അമ്മാ അൻത അലൈഹി അല്ലാഹുവിന്റെ ശരീഅത്തിലേക്ക്. ഇന്നത്തെ നിലയായിരുന്നില്ല അന്ന് എന്നർത്ഥം. അല്ല, ഒരു അഭിപ്രായം അനുസരിച്ച് നല്ല വഴി തെറ്റിപ്പോയി. ഫി ബഅദി ശിആബി മക്ക, മക്കയുടെ ഏതോ ഒരു വഴിയിൽ വെച്ച് വഴി തെറ്റി. ഓവ സഗീർ, നീ നബിയാണെങ്കിൽ വളരെ ചെറുപ്പമാണ് ആ സമയത്ത്. അല്ലാഹു തആല അദ്ദേഹത്തെ തിരിച്ചു നൽകി രാജ്യത്തേക്ക് വല്യപ്പേര് ഇടത്ത്. അതായത് വഴി തെറ്റിപ്പോയി. ചെറിയ കുട്ടിയാകുമ്പോൾ വഴി തെറ്റിപ്പോകാനൊക്കെ സാധാരണ ഉള്ളൊരു കാര്യമാണ്. അങ്ങനെ അല്ലാഹു തആല ശരിയായ വഴിയിലേക്ക് ആക്കി കൊടുത്തു, വല്യപ്പാനെ ഏൽപ്പിക്കുന്നത്. قال أبو حيان لا يمكن حمله على الضلال الذي يقابله الهدى. സന്മാർഗം എന്നുള്ളതിൻ്റെ എതിരിലുള്ള പിഴച്ച വഴി എന്നുണ്ടല്ലോ, അങ്ങനെയല്ല ഇവിടെ ഈ ലാല് എന്ന് പറഞ്ഞാൽ. ദലാലിയത്തിൻ്റെ അർത്ഥമല്ല ഇവിടെ ഇതിനുള്ളത്. പിന്നെ കാരണം അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അമ്പിയാക്കന്മാര് ഈ ദലാലിയത്തിൽ പെടുക എന്നുള്ളത് ഉണ്ടാവാത്ത കാര്യമാണ്. അതുകൊണ്ട് ദലാലിയത്തിൽ പെട്ടു എന്നുള്ളത് ഇവിടെ മീനിങ് കൊടുക്കാൻ പാടില്ല. പ്രവാചകന്മാര് മഅ്സൂമൂന, അവര് എപ്പോഴും മഅ്സൂമീങ്ങളാണ്. അങ്ങനെ ഒരു ദലാലിയത്തിൽ പെടുക എന്നുള്ളതിനെ സംബന്ധിച്ച് സംരക്ഷണം
അള്ളാഹു നൽകിയിട്ടുണ്ട് അവർക്ക്, അതുണ്ടാവില്ല. അപ്പോൾ ഹുദ എന്നതിൻ്റെ എതിരിലുള്ള ലലാലിയത്തല്ല ഇവിടെ പിന്നെ വഴി തെറ്റിപ്പോവുക എന്നുള്ള അർത്ഥം. വഴിതെറ്റൽ സാധാരണ എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. വലിയ പ്രായമായവർക്ക് സംഭവിക്കാം. പ്രത്യേകിച്ച് കുട്ടിപ്രായത്തിലാണ് നബിക്ക് ഇങ്ങനെ വഴിതെറ്റി അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടത്. അത് ജദ്ദിൻ്റെ വല്യപ്പാടെ ഈ ഇബ്നു അബ്ബാസിന്റെ തഫ്സീറിൽ പറയുന്ന മക്കയുടെ വഴിയോരങ്ങളിൽ വെച്ച് അവിടെയാണ് വഴി തെറ്റിയത്. ഷാമിലേക്കുള്ള യാത്ര മധ്യേ അദ്ദേഹത്തിന്റെ മുത്താപ്പായുടെ കൂടെ ആയിരുന്ന സമയത്ത് വഴി തെറ്റിപ്പോയി എന്നും അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ പല അഭിപ്രായങ്ങളും ഇപ്പോൾ അവിടെ പറഞ്ഞു. ശരീഅത്ത് അറിയാത്ത നിലയിൽ അങ്ങനെ ആയിരുന്നു എന്നും അത് മാക്കുന്ന തജ്രീമൽ കിതാബ് വൽ ഈമാൻ എന്ന് പറഞ്ഞ ആയത്തിന് അതിന് തെളിവ് കൊടുത്തുകൊണ്ട് ശരീഅത്തും ദീനും എന്താണെന്ന് റസൂലിന് അറിഞ്ഞിരുന്നില്ല, അതറിയിച്ചു തന്നു എന്നും ഇമാം ജലാൽ പറഞ്ഞ അർത്ഥമനുസരിച്ച് ഇന്നത്തെ നിലപാടിന് എതിരായ നിരക്കുള്ള ഒരു ഇതായിരുന്നു അന്ന് എന്നും, പിന്നെ വഴി തെറ്റിപ്പോയി എന്നുള്ള ഇതാണ്, അങ്ങനെ ഉള്ളതാണ്. എന്നല്ലാതെ വഴി തെറ്റി പിഴച്ച വഴിയിൽ പോയി എന്ന് പറഞ്ഞത് ഹുദയുടെ എതിരിലുള്ള സന്മാർഗത്തിനെതിരായ ലലിയാലിയത്തല്ല അത്. കാരണം പ്രവാചകന്മാർ മാസൂമികളാണ്, അതുകൊണ്ട് അവർക്ക് ലലാലിയത്ത് ഒരിക്കലും ഉണ്ടാവില്ല, അതില്ല. അപ്പോൾ ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഇവിടെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞു. അതിൻ്റെ അപ്പോൾ വജദക്ക നിന്നെ അവൻ കണ്ടിട്ടുണ്ട് ലാലൻ പിഴച്ചവനായിട്ട് അങ്ങനെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പിഴച്ചവൻ എന്ന് പറഞ്ഞാൽ വഴി തെറ്റിയവനായിട്ട് എന്നാണ് അതിൻ്റെ ലാല് എന്ന് പറഞ്ഞാൽ, വഴി തെറ്റിയവനായിട്ട്. അപ്പോൾ ശരിയായ വഴി കാണിച്ചു തന്നു. പിന്നെ വജദക്ക ആയിലൻ നിന്നെ അവൻ കണ്ടിട്ടുണ്ട് ആയിലൻ ദരിദ്രനായിട്ട്. അപ്പോൾ ഐശ്വര്യവാനാക്കി അല്ലാഹു തആല നിന്നെ ഐശ്വര്യവാനാക്കി, ഐശ്വര്യമുള്ള ആളാക്കി തീർക്കും. അതായത് വജദക്ക ഫഖീറൻ മുഹ്താജൻ, വളരെ വിഷമമുള്ള ഒരു ദരിദ്രമായ അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. അല്ലാതെ നബി പണക്കാരനായിരുന്നില്ല. അങ്ങനെ വജദക്ക ഫഖീറൻ മുഹ്താജൻ ഫഅഗ്നാക, അപ്പോൾ അല്ലാഹു തആല നിങ്ങളെ ഐശ്വര്യമുള്ള ആളാക്കി, അനിൽ ഖൽഖ് സൃഷ്ടികളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള ഒരവസ്ഥയിലല്ല ആക്കിയത്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള നിയമത്തുകളൊക്കെ അല്ലാഹു തആല നബിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് ബദലായിക്കൊണ്ട് 2-3 ഉപദേശങ്ങൾ നൽകുക. എന്താ? ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. നബി യതീമായിട്ട് ജീവിച്ച ആളാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് സംരക്ഷണം നൽകി എല്ലാ നിലക്കും മേലിന് രക്ഷിച്ചു. നബി ദരിദ്രനായിരുന്നു, ആ ദരിദ്രാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തി ഐശ്വര്യമുള്ള ആളാക്കി. ഇങ്ങനെ 2-3 കാര്യങ്ങൾ. വാലിന് എന്ന് പറഞ്ഞാൽ വഴി തെറ്റിപ്പോയി, അപ്പോൾ അല്ലാഹു തആല നേരായ മാർഗം കാണിച്ചു കൊടുത്തു. ഇങ്ങനെ 3 കാര്യം. ഇതൊക്കെ നിയമത്തുകളാണ്, അല്ലാഹു ചെയ്ത നിയമത്തുകളാണ്. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ് എന്തിന്? 2-3 ഉപദേശങ്ങൾ. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, യതീമിനെ നിങ്ങൾ നിന്ദിക്കരുത്. ഫഅമ്മൽ യതീമ, യതീമിനെ, അപ്പോൾ യതീമിനെ ഫലാ തഖ്ഹർ, നിങ്ങൾ നിന്ദിക്കരുത്, നിങ്ങൾ അടിച്ചമർത്തരുത്. അമ്മൽ യതീമ ഫലാ തഖ്ഹർ. അതിൻ്റെ തഫ്സീറിൽ അമ്മൽ യതീമ ഫലാ തഹ്തഖിറുഹു, യതീമിനെ അവഗണിക്കരുത്, നിന്ദിക്കരുത്. വലാ തഗ്ലിബുഹു അലാ മാലിഹി, അവൻ്റെ ധനത്തിൽ നിങ്ങൾ കൂടുതൽ കൈകാര്യങ്ങൾ ചെയ്ത് അവനെ തോൽപ്പിക്കരുത്. ആളെ സുഫിയാൻ ലാ തദ്ലിമുഹു ബിതസ്മിയതിമാലിഹി, അവനെ നിങ്ങൾ ആക്രമിക്കരുത് എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കരുത്, അവൻ്റെ ധനം പാഴായി പോകുന്ന വിധത്തിൽ. വൽമുറാദു
കുഞ്ഞിൽ യത്തീമി ഇതിന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം കുല്ലിൽ യത്തീമിക്കൽ അബിർ റഹീമി, ഒരു റഹ്മത്ത് ചെയ്യുന്ന ഒരു പിതാവിൻ്റെ സ്ഥാനമാണ്, ആ സ്ഥാനത്താവണം നിങ്ങൾ അനാഥകൾക്ക് എന്ന് റസൂലിനോട് പറയാം. ഫഖദ് കുന്ത യത്തീമൻ, കാരണം നിങ്ങൾ യത്തീമായിരുന്നു, നിങ്ങൾ അനാഥയായിരുന്നു. അപ്പോൾ അവാക്കല്ല, അപ്പോൾ അല്ല നിങ്ങൾക്ക് അഭയം തന്നു, നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തന്നു. അപ്പോൾ നമ്മൾ യത്തീമ ഫലാത്തക്ക, യത്തീമിനെ നിങ്ങൾ നല്ല നിലക്ക് പരിഗണിക്കണം. അമ്മ സായിലപ്പനാറ്, സായിൽ എന്ന് പറഞ്ഞാൽ യാചിച്ചു വരുന്നത്, എന്തെങ്കിലും തരുമെന്ന് ചോദിച്ചിട്ട് വരുന്ന പാവങ്ങളുണ്ടല്ലോ നമ്മൾ സാധാരണ കാണുന്ന യാചനകളാണ്. അവരെ നിങ്ങൾ അവഗണിക്കരുത്. ഫലാത്തങ്ങൾ, അവരെ നിങ്ങൾ അവഗണിക്കരുത്. അവരെ ഒന്നുകിൽ നിങ്ങളുടേതൊന്നും കൊടുക്കാനില്ലെങ്കിൽ നല്ല നിലയിൽ അവരെ പറഞ്ഞു വിടണം. റദ്ദൻ ജമീലെന്നാണ്. ലഹൂൽ കൗല ബലാറ്റിഹി റദ്ദഹു റദ്ദൻ ജമീലൻ. അപ്പോൾ പാവങ്ങളെ അവഗണിക്കണം. എപ്പോഴും ഇങ്ങനെ ചോദിച്ചു വരാം എന്നൊക്കെയുള്ള യാതൊരു സംസാരമൊന്നും പാടില്ല. അല്ലെങ്കിൽ വല്ല തൊഴിലും ചെയ്ത് ജീവിച്ചൂടെ എന്നൊന്നും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയെല്ലാം അല്ലാഹു തആല ഒരു സന്ദർഭത്തിൽ ചോദ്യം ചെയ്യും. അത് പറയാണ്ട് പാവങ്ങൾ എന്തെങ്കിലും യാചിച്ചു വരുമ്പോൾ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് അവരെ വിട്ടയക്കുക. ഇത് വലിയൊരു ഉപദേശമാണ്. പിന്നെ വേണ്ടത് നിങ്ങൾ 11-ാമത്തെ ആയത്ത് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ സംബന്ധിച്ച് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കണം. നിങ്ങൾക്ക് അള്ളാഹ് ചെയ്ത നിഅമത്തുകളുണ്ടല്ലോ, അത് മറ്റുള്ളവർ സംസാരിക്കുക. അത് കിബിർ, അഹങ്കാരത്തോടു കൂടിയല്ല. എനിക്ക് ഇത്ര എനിക്ക് വലിയ സ്വത്തുണ്ട്, മുതലുണ്ട്, അതല്ലെങ്കിൽ ഇന്ന അനുഗ്രഹങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ള അഹങ്കാരം പൂർവ്വം സംസാരിക്കാതെ വളരെ വിനയത്തോടു കൂടി അള്ളാഹു ചെയ്ത നിയമത്തുകൾ, ഈ നിയമത്തുകൾ മറ്റുള്ളവർക്ക് ഇല്ലാത്തവരാണെങ്കിൽ പോലും അവർക്ക് അള്ളാഹു ഉണ്ടാവും, അത് അള്ളാഹു തരും എന്നുള്ള ഒരു ഇത് അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകാവുന്ന ഒരു നിലപാട് വരുത്തിക്കൊണ്ട് സംസാരിക്കണം. അല്ലാതെ നിങ്ങൾ അഹങ്കരിച്ച് അവരുമായിട്ട് സംസാരിക്കരുത്. ഹദ്ദിസിന്നാസബി ഫദിലില്ല വിന്നാമിഹി അലൈക, നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ ആളുകളുമായിട്ട് പങ്കുവെക്കണം. ഇതാ പറഞ്ഞ അല്ലാഹു തആല, ഹദ്ദിസ് അന്നാസ ബിഫദിലില്ല വിന്നാമിഹി അലൈക, അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ ജനങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഇന്നത്തെ ഹദ്ദുസ ബിന്നിഅമത്തി, കാരണം എന്താ, നിഅമത്ത് അനുഗ്രഹം അള്ളാഹു ചെയ്തത് അത് എടുത്തു പറയുന്നത് അത് ശുക്രുല്ല, ആ നിഅമത്തിൽ നന്ദിയായിട്ടാണ് കണക്കാക്കപ്പെടുക. അപ്പോൾ ആ നന്ദിയാവുമ്പോഴോ അഫലാക്കൂന് അബദൻ ഷക്കൂറ എന്ന് നബി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊരു നന്ദിയുള്ള മനുഷ്യനാവേണ്ടേ എന്ന്. നന്ദിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണെങ്കിൽ അത് അല്ലാഹു തആല പറഞ്ഞു തന്നതും അല്ലാത്തതുമായ നന്ദിയുടെ ഭാഗങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ശരിക്ക് കൈകാര്യം ചെയ്യണം. ഇപ്പൊ ഈ ആയത്തിൽ പറഞ്ഞത് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, ജനങ്ങളുമായിട്ട് പങ്കുവെക്കാൻ നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത നിഅമത്തുകൾ. ഇത് റസൂലിനുള്ള ഉപദേശം മാത്രമല്ല, ഈ ഉപദേശങ്ങൾ നമ്മളും ഈ ജീവിതത്തിൽ പകർത്തണം എന്നർത്ഥം. യത്തീമ ഫലാ തഖ്ഹർ, യത്തീമിനെ അഹങ്കരിച്ച് യത്തീമിനെ നിന്ദിച്ച് വിട്ടയക്കുക എന്നുള്ളത് ശരിയല്ല. അനാഥയെ അതുപോലെ യാചിച്ചു വരുന്നവനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ തോന്നിവാസം പറഞ്ഞ് വിട്ടയക്കാൻ പാടില്ല. നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ എടുത്തു പറയണം. അത് ആ നിയമത്തിനുള്ള നന്ദിയായിട്ട് പരിഗണിക്കപ്പെടും. ഇതൊക്കെയാണ് ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ദുഹാ വല്ലൈലി എന്ന സൂറത്താണ്. ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആഇലൻ ഫഅഗ്നാ فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. അപ്പം ഇത്രയുമാണ്
ഈ ആ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിൻ്റെ നൂറ് നമുക്കെല്ലാവർക്കും തരട്ടെ. ഈ നൂറിലായിട്ട് അള്ളാഹു നമ്മളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യട്ടെ. ഇത് കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അള്ളാഹു അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് തരും. ഇത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.